നമുക്ക് കലക്ടർ ബ്രോയിലേക്ക് പോകാം. ഇനി അർജുൻ പാണ്ഡ്യൻ IAS കഴിഞ്ഞ കുറി തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ കപ്പ് ഏറ്റുവാങ്ങുമ്പോൾ ആ കപ്പ് ഇങ്ങ് വാങ്ങി നേരെ തൃശ്ശൂരുകാരോട് ഉറപ്പ് പറഞ്ഞതാണ് അടുത്ത തവണ തേക്കിൻകാട് മൈതാനിൽ നിന്ന് ഈ കപ്പ് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല, നമ്മളതിന് സമ്മതിക്കില്ല. അങ്ങനെ തൃശ്ശൂരിന് ഇങ്ങനെ നേതൃത്വം നൽകുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ അദ്ദേഹം തന്നെ വാങ്ങി കൊണ്ടുവന്ന് ഇവിടെ അദ്ദേഹം തന്നെ ചുക്കാൻ പിടിച്ച് ഇതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോൾ എന്താ ഫീൽ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ലാസ്റ്റ് ദിവസമായി പറഞ്ഞ പോലെ തന്നെ കഴിയുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്, അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കഴിയുന്നതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. കാരണം 5 ദിവസം ഉറക്കമൊക്കെ നഷ്ടമായി, കുഴപ്പമില്ല. എന്നാലും കഴിയുന്നതിന് നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ വലിയൊരു ടീം വർക്കായിരുന്നു എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഫുൾ ടൈം നമ്മളിവിടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ വരുന്ന ഫീഡ്ബാക്ക് അപ്പം തന്നെ പരിഹരിച്ച് ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുമായിട്ട്. ചാലഞ്ചിങ് ആയിരുന്നു അല്ലേ? പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ പൂരം അതുപോലത്തെ പ്രോഗ്രാംസ് ഇവിടെ നടത്തുന്നത് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക്. പൂരം നടത്തുന്നവർക്ക് എന്താണ് ഇത് ചലഞ്ച് ആവുന്നത് എന്നുള്ളതാണ്? അല്ല, രണ്ട് ഡിഫറെൻ്റ് ആണ്. പക്ഷെ അങ്ങനത്തെ അതിലൊക്കെ വേണ്ട ടീം വർക്കാണ്. ആ ടീം വർക്ക് ഇതിലും ഹെൽപ്ഫുള്ളായി. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. കുട്ടികളും പാരൻസും പിന്നെ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. നല്ല ക്രൗഡാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്കും സന്തോഷമാണ്. പിന്നെ കോർപ്പറേഷനൊക്കെ ക്ലീനിങ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട്, ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല ഭംഗിയായിട്ട് പോയി, ഈവൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് പോയി. അല്ല, എല്ലാ കുറി എന്തെങ്കിലുമൊക്കെ പരാതികൾ കേൾക്കാറുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ കാര്യമായ ഒരു പരാതികളും കേട്ടില്ല. അപ്പോൾ അതിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു അല്ലേ? അതെ, എല്ലാവരും ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു, ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. ഒരു വലിയ പരാതികളോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാ ഭംഗിയായിട്ട് പോയതല്ലേ. ഇനി നമ്മൾ പോകുന്നത് ജോപ്പോളേട്ടനിലേക്കാണ്. യെസ്, അപ്പോൾ ജോപ്പോൾ അഞ്ചേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലെ കായിക പ്രേമികൾക്ക് മുഴുവൻ സിരകളിലൂടെ ഒരു ലഹരി ഇങ്ങ് കയറണം. IM വിജയനും ജോപ്പോൾ അഞ്ചേരിയും അടക്കി ഭരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ജോപ്പോളേട്ടാ, തൃശ്ശൂരിലേക്ക് ഈ കലോത്സവം വരുമ്പോൾ ആ കാത്തിരിപ്പ് എങ്ങനെയായിരുന്നു? അങ്ങനെ നമ്മൾ 4 ദിവസം 5 ദിവസം പിന്നിട്ട് ഈ കലോത്സവം കഴിയുന്നു എന്ന് തോന്നുമ്പോൾ എന്താണ് ഒരു ഫീല്? അതായത് തൃശ്ശൂർക്ക് കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായിരുന്നു തൃശ്ശൂർ. അതായത് തൃശ്ശൂരിലേക്ക് വരുന്ന അത് എല്ലാവരും ഒരു എഫർട്ട് തന്നെയാണ്. തൃശ്ശൂരിൽ എന്ത് പരിപാടി വെച്ചാലും, ഞാൻ കലോത്സവം മാത്രം എന്ത് വെച്ചാലും തൃശ്ശൂർക്കാരങ്ങനെ ഏറ്റെടുക്കും. അത് ഞങ്ങൾ നടത്തിയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമേ ഞങ്ങൾ പിന്നെ ഉറങ്ങാറുള്ളൂ. അതെല്ലാവരും കണ്ടിട്ടുണ്ട്. അതാ മിനിസ്റ്റർ അവിടെ ഉണ്ട്. അത് ആ പകൽ പണിയെടുക്കുക. കലക്ടറുണ്ട്, മേയറുണ്ട്, എല്ലാവരും ഒന്നിനോടൊന്ന് മെച്ചമായിട്ട് എവിടെയാണോ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെ പോയി അവിടെ ക്ലിയർ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. എന്തായാലും വലിയ തിരക്കും കമന്ററിയും അതിന്റെ ഇടയിലൊക്കെയാണ്. ഏതെങ്കിലും വേദിയിൽ പോകാൻ പറ്റിയിരുന്നോ? ഞാൻ പോയിരുന്നു, 2 വേദികളിൽ പോയിരുന്നു. ഞാൻ പോണ വഴിക്ക് പിന്നെ സേക്രഡ് ഗാർഡിലൊന്ന് കയറി. അപ്പൊ അവിടെ ഒരു ഓട്ടം തുള്ളലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട്. ഈ കളിക്കിടെ കലാപരമായ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ തിരിയാൻ സമയം കണ്ടെത്തിയിരുന്നു? ഇല്ല, ഞാൻ പാട്ട് പാടിപ്പോ തന്നെ അപ്പം പറഞ്ഞു നീ പാടണ്ട. പക്ഷെ ഇന്ന് ഞങ്ങൾ പാടിക്കും 2 പേര് കായികമായിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അതിൽ രക്ഷപ്പെട്ടു. പക്ഷെ എന്തായാലും ഇവിടെ തൃശ്ശൂരിൽ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഇപ്പോൾ ഫുഡിൻ്റെ അവിടെ പോയി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും. അതാണ് ചേട്ടൻ ഞങ്ങൾ വിളിച്ചിരുന്നു. പക്ഷേ രാവിലെ എന്തോ അസൗകര്യം വന്ന് കാണുന്നില്ല. എന്തായാലും അതും കൂടി ജോപ്പളേട്ടൻ നികത്തണം. അതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വരാന്ന് പറഞ്ഞ് വന്നിരിക്കാം. എന്തായാലും അവൻ വരും എന്തായാലും. ശരി, അപ്പോൾ നമുക്ക് ഒരു 249 ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു, 25 വേദികൾ ഉണ്ടായിരുന്നു. ജോപ്പോൾട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഏതായിരുന്നു? ഇങ്ങനെ ചാട്ടൊക്കെ നോക്കിയ സമയത്ത് അങ്ങനെ എല്ലാത്തിലും അതെ ഒരു ഇതൊന്നുമില്ല. എല്ലാവരും ഓരോ അതാണ്. ഇപ്പം ഞങ്ങൾ സ്പോർട്സിലുള്ള പോലെ ഞാൻ ഫുട്ബോൾ ഏറ്റെടുത്തു, ചിലർ ക്രിക്കറ്റ് കളിക്കും. അത് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണ്. അതാണ് നമ്മൾ കാണേണ്ടത്. കാരണം തൃശ്ശൂർ എന്തായാലും പരിപാടി അടിപൊളിയാക്കി. അതാണ് വേണ്ടത്.